ഹായ് എല്ലാവർക്കും നുമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്ന എൻ്റെ വാട്സപ്പിൽ എനിക്കൊരു ചെറിയൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. 50 രൂപ കറൻസികൾ നമ്മൾ കളക്ഷൻ ചെയ്ത് വയ്ക്കുന്നതിൽ കാര്യമുണ്ടോ ഇല്ല എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ തീർച്ചയായും നിങ്ങളൊരു വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ മാത്രമല്ല ആ ഒരു കമൻറ്റ് മെസ്സേജ് അയച്ച ആൾ മാത്രമല്ല എല്ലാവരും ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട് ഈ ഒരു കറൻസിയുടെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ആ ഒരു കറൻസിയുടെ അതായത് 50 രൂപ നമ്മുടെ റിപ്പബ്ലിക് ഇന്ത്യയിൽ ഇപ്പോഴും സർക്കുലേഷനിലൊക്കെ നിലവിലുള്ള ഒരു 50 രൂപ നോട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഈ ഒരു കറൻസിയാണ് 50 രൂപ. നമ്മുടെ സർക്കുലേഷനിൽ നിലവിലുള്ള 50 രൂപ കറൻസിയാണ്. അപ്പോൾ ഈ ഒരു കറൻസിക്ക് അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു 125 രൂപ 150 രൂപയൊക്കെ പ്രൈസ് വരുന്നുണ്ട് നല്ലൊരു യുഎൻസി കണ്ടീഷൻ കറൻസിക്ക്. അപ്പോൾ ഈ ഒരു കറൻസിയൊക്കെ നമ്മൾ കളക്ഷൻ ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് ഡിഫറൻറ്റ് സിഗ്നേച്ചറിലൊക്കെ വരുന്നത് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു കറൻസി രഘുറാം ജി രാജൻ അദ്ദേഹം നമ്മുടെ ഗവർണറായിരുന്ന അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത കറൻസിയാണ്. അതുപോലെ തന്നെ ഈ ഒരു കറൻസിയിൽ നമുക്ക് ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു കറൻസി സുബ്ബാറാവു അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത കറൻസിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു യുഎൻസി കണ്ടീഷൻ കറൻസിയാണ്. അപ്പോൾ ഈ ഒരു കറൻസിക്കൊക്കെ നല്ലൊരു യുഎൻസി കണ്ടീഷൻ കറൻസിക്കൊക്കെ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കറൻസി നമുക്ക് സർക്കുലേഷനിലും കിട്ടാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേ നല്ലൊരു യുഎൻസി കണ്ടീഷൻ കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു കറൻസിയിൽ നമുക്ക് സീരിയൽ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ പ്രിഫിക്സ് ഇൻസെറ്റ് ചില വർഷങ്ങൾക്ക് നമുക്ക് റയർ കാറ്റഗറിയിൽ വരുന്നുണ്ട്. നമുക്ക് വർഷം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കറൻസിയുടെ പുറകോശം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും വർഷം കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതിൽ ചില വർഷങ്ങൾക്ക് വരുന്ന കറൻസിക്ക് അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കറൻസിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ തീർച്ചയായും എൻ്റെ അടുത്തടുത്തുള്ള വീഡിയോയിലൂടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ പരിചയപ്പെടാവുന്ന ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന 50 രൂപ ഈ ഒരു കറൻസിയാണ്. അതായത് നമ്മുടെ ആദ്യത്തെ ഇഷ്യൂവിൽ വിത്തൗട്ട് ഫ്ലാഗ് വരും. അത് കഴിഞ്ഞിട്ട് വരുന്ന ഇഷ്യൂവിൽ ഇതിൽ ഡിഫറൻറ്റ് സിഗ്നേച്ചർ വരുന്ന കറൻസിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്നത് സി രംഗരാജൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിഗ്നേച്ചർ വരുന്ന കറൻസിയാണ്. അപ്പോൾ ഇതിന് അത്യാവശ്യം മാർക്കറ്റിൽ വില വരുന്നുണ്ട്. അതുപോലെ തന്നെ ആർ എൻ മൽഹോത്ര അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ വരുന്ന കറൻസി ഇതും ആർ എൻ മൽഹോത്ര തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ വരുന്നത്. സി രംഗരാജൻ അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ വരുന്ന യുഎൻസി കണ്ടീഷനാണ്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു വില വരുന്നുണ്ട്. ഇത് യൂസർ കണ്ടീഷൻ ആയിട്ടുള്ള ഒരു കറൻസിയാണ്. ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തന്നാണ്. അപ്പോൾ ഇങ്ങനെ 50 രൂപ കറൻസി പല ഡിഫറൻറ്റ് വെറൈറ്റിയിലൊക്കെ വരുന്നുണ്ട്. അതിൽ വിത്തൗട്ട് ഫ്ലാഗ് വരുന്ന കറൻസിയൊക്കെ ഞാൻ എൻ്റെ ഒരു ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ആ ഒരു വീഡിയോ കണ്ട് ആ ഒരു കറൻസിയുടെ വില മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു കറൻസി അതായത് സി രംഗരാജൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിഗ്നേച്ചർ വരുന്ന ഈ ഒരു കറൻസിക്കൊക്കെ ഈ ഒരു പാറ്റേൺ വരുന്ന കറൻസി അതായത് നമ്മുടെ സെക്കൻഡ് ഇഷ്യൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ഇഷ്യൂ നമുക്ക് വിത്തൗട്ട് ഫ്ലാഗ് ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന സെക്കൻഡ് ഇഷ്യൂ ഈ ഒരു കറൻസിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം 200 രൂപയ്ക്ക് മാർക്കറ്റ് വാല്യൂ ഉണ്ട്. അതായത് 50 രൂപയുടെ ഈ ഒരു കറൻസിക്ക് 200 രൂപയ്ക്ക് മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കറൻസിയാണ് നമുക്ക് കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരു 125 രൂപ ആ ഒരു പ്രൈസ് റേഞ്ചൊക്കെയാണ് വരുന്നത് യുഎൻസി കണ്ടീഷന്. അതുപോലെ തന്നെ ഈ ഒരു കറൻസി നിങ്ങൾ കളക്ഷൻ ചെയ്യുമ്പോൾ തീർച്ചയായും ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന സിഗ്നേച്ചർ കളക്ഷൻ ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ സിഗ്നേച്ചറിൽ വരുമ്പോൾ ഈ ഒരു കറൻസിക്ക് അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു വില വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ഡിഫറൻറ്റ് വെറൈറ്റിയിൽ നിന്ന് പല സിഗ്നേച്ചറും കളക്ഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ആ ഒരു ഡൗട്ട്സ് അല്ല ചോദിച്ച ഒരു മെസ്സേജിനുള്ള ഒരു റീപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു കുറച്ച് കറൻസിയൊക്കെ എടുത്ത് വെച്ച് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡിഫറൻറ്റ് സിഗ്നേച്ചറിലൊക്കെ വരുന്ന ആ ഒരു കറൻസിയുടെ വാല്യൂം ഡീറ്റെയിൽസ് അടങ്ങുന്നതൊക്കെ ഞാൻ തുടർന്ന് എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ ഒരു ചാനൽ വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു കറൻസി ഉണ്ടെങ്കിൽ അതായത് 50 രൂപ ഡിഫറൻറ്റ് വെറൈറ്റി വരുന്ന കറൻസിയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഇതുപോലുള്ള 50 രൂപ യുഎൻസി കണ്ടീഷൻ വരുന്ന കറൻസി ബണ്ടിലായിട്ടൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിലോ വാട്സപ്പിലോ കോൺടാക്ട് ചെയ്യുക. ലൂസായിട്ടുണ്ടെങ്കിലും നിങ്ങൾ പറയുക. തീർച്ചയായും ഞാൻ പറയുന്ന വില നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ ഒരു കറൻസിക്ക് ഞാൻ മേടിക്കാൻ റെഡിയാണ്. അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു കറൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.